സാധാരണ സമുദ്രതീരങ്ങളെ അപേക്ഷിച്ച് നിരവധി വ്യത്യസ്തതകൾ നമുക്ക് കന്യാകുമാരിയിൽ കാണാനാകും. മണൽപ്പരപ്പുകളാണ് പൊതുവെ കടൽ തീരങ്ങളിൽ കാണാറുള്ളതെങ്കിൽ ഉയർന്നും പരന്നും കിടക്കുന്ന പാറക്കൂട്ടങ്ങളാണ് കന്യാകുമാരി തീരത്തെ വ്യത്യസ്തമാക്കുന്നത്. കടലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിവേകാനന്ദ പാറയും അതിനു മുകളിലെ വിവേകാനന്ദ സ്മാരകവും ലോക പ്രശസ്തമാണ്. അലയടിച്ചെത്തുന്ന തിരമാലകളെ തീരത്തേക്ക് അടുപ്പിക്കാതെ തടഞ്ഞു നിർത്തുന്ന പാറക്കൂട്ടങ്ങളും നമുക്കിവിടെ കാണാനാകും. ഇവിടെ കടൽ തീരത്തെ കുളിക്കടവാക്കിയിരിക്കുകയാണ് നാട്ടുകാരും യാത്രികരും. വിശ്വാസപരമായ പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരമാണ് കന്യാകുമാരിയിലെ നീരാട്ട്. തീരത്ത് നിർത്തിയിട്ടിരിക്കുന്ന മത്സ്യബന്ധന ബോട്ടുകളും വിവേകാനന്ദ പാറയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന യാത്രാ ബോട്ടുകളും നമുക്കിവിടെ കാണാം. കന്യാകുമാരിയിലെ ഉദയാസ്തമയ കാഴ്ചകൾക്ക് പ്രത്യേകതകൾ ഏറെയാണ്. അതേക്കുറിച്ചുള്ള പൂർണ്ണ വീഡിയോ കാണാൻ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഏറെ ആകർഷണീയമായ മറ്റൊരു കാഴ്ചയാണ് കന്യാകുമാരി ബീച്ചിന് ചുറ്റുമുള്ള മാർക്കറ്റ്. മറ്റെവിടെയും ലഭിക്കാത്ത തരം വിഭവങ്ങൾ ഇവിടെ വിൽക്കപ്പെടുന്നതിനാൽ ഈ മാർക്കറ്റും ഏറെ കൗതുകകരമാണ്. ഇതിനിടയിൽ കണ്ട വേറിട്ടൊരു കാഴ്ച, സഞ്ചാരികളുടെ തിരക്കിനെ അവഗണിച്ച് ഒരു കടയുടെ ലൈറ്റിന് മുകളിൽ തൂങ്ങിക്കിടന്ന് കളിക്കുന്ന ഒരു കുരുവി. ഏതൊരു വിനോദ സഞ്ചാര കേന്ദ്രത്തിലെയും പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് അവിടുത്തെ ഷോപ്പിംഗ് മാർക്കറ്റുകൾ. ഷോപ്പിംഗ് വിനോദസഞ്ചാരത്തിന്റെ അവഗണിക്കാനാവാത്ത ഒരു ഘടകമാണ്. വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവങ്ങൾ സമ്മാനിക്കുന്ന കന്യാകുമാരി ബീച്ചിലെ മാർക്കറ്റ്. ആ കാഴ്ചകളുമായി പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തോടെ ഏവർക്കും നന്ദി.